BMC Sport News. നമസ്കാരം, BMC സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സോപാനം വാദ്യകലാ സംഘം കോൺവെക്സ് മീഡിയ ഇവന്റ്സിന്റെ സഹകരണത്തോടെ ബഹ്റൈൻ ടൂറിസം മന്ത്രാലയത്തിന്റെ അനുമതിയോടെ സംഘടിപ്പിക്കുന്ന സോപാനം വാദ്യസംഗമം 2025 ഡിസംബർ 5 വെള്ളിയാഴ്ച ടുബ്ലി അദാരി പാർക്ക് ഗ്രൌണ്ടിൽ അരങ്ങേറും. ബഹ്റൈനിലെ സാംസ്കാരിക പരിപാടികളിലെ ഏറ്റവും വലിയ വേദിയെന്ന് അവകാശപ്പെടാവുന്ന 50 മീറ്റർ നീളം വരുന്ന പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത വേദിയിലാണ് ഇത്തവണ വാദ്യസംഗമം അരങ്ങേറുക. ഡിസംബർ 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് മട്ടന്നൂർ ശ്രീരാജും ചിറക്കൽ നിധീഷും അവതരിപ്പിക്കുന്ന കേളികൊട്ടോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക. സോപാനം വാദ്യകലാ സംഘവും കോൺവെക്സ് മീഡിയയും ചേർന്ന് സോപാനത്തിൻ്റെ 16ാം വാർഷികാഘോഷം ഡിസംബർ 5-ാം തീയതി വെള്ളിയാഴ്ച തൂബ്ലിയിലുള്ള അദാരി പാർക്കിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ആഘോഷിക്കുകയാണ്. വൈകിട്ട് 5 മണി മുതലാണ് പരിപാടി ആരംഭിക്കുന്നത്. സോപാനത്തിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റവും കൂടി ആണ് ഈ പരിപാടി 16ാം വാർഷികാഘോഷത്തിൽ നടക്കുന്നത്. 53 പേര്, സോപാനം വിദ്യാർത്ഥികളായിട്ടുള്ള 53 പേര് ഇത്തവണ അരങ്ങേറുന്നുണ്ട്. അതിൽ 20ഓളം പേര് സ്ത്രീകളാണ്, വനിതകളാണ്. ഒരു കുടുംബത്തിൽ തന്നെയുള്ള 4 പേര്, അച്ഛനും അമ്മയും 2 മക്കളും, അങ്ങനെ കുടുംബത്തോടെ അരങ്ങേറ്റം നടത്തുന്നവരുണ്ട് ഇത്തവണത്തെ അരങ്ങേറ്റത്തിൽ. തുടർന്ന് ഭാരതീയ നൃത്തരൂപങ്ങളുടെ വൈവിധ്യമായ അവതരണങ്ങളുമായി 100-ൽ പരം നർത്തകിമാരും അരങ്ങിലെത്തും. ശേഷം നടക്കുന്ന വർണ്ണാഭമായ ഘോഷയാത്രയും ഉദ്ഘാടന സമ്മേളനത്തിൽ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, പത്മശ്രീ ജയറാം, ചലച്ചിത്ര പിന്നണി ഗായിക ലതിക ടീച്ചർ, കാഞ്ഞിലശ്ശേരി പത്മനാഭൻ, അമ്പലപ്പുഴ വിജയകുമാർ, ഏലൂർ ബിജു തുടങ്ങിയവർ മുഖ്യ അതിഥികളായും എത്തും. 30 കലാകാരന്മാരാണ് ഇന്ത്യയിൽ നിന്നും വാദ്യസംഗമത്തിനായി എത്തിച്ചേരുക. ഭാരതീയ സംഗീത പദ്ധതിയിലെ മഹോന്നത ശാഖയായ സോപാന സംഗീതവുമായി അമ്പലപ്പുഴ വിജയകുമാറും ഏലൂർ ബിജുവും നേതൃത്വം നൽകി 71 കലാകാരന്മാർ അരങ്ങിലെത്തും. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരും സിനിമാ താരം ജയറാമും നയിക്കുന്ന 300-ൽ പരം വാദ്യ കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരി മേളവും വാദ്യസംഗമത്തിൽ അരങ്ങേറും. ചലച്ചിത്ര പിന്നണി ഗായിക ലതിക ടീച്ചറും ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം മിഥുൻ ജയരാജും ഒരുക്കുന്ന സംഗീത പരിപാടി കാതോട് കാതോരം സോപാനം വാദ്യസംഗമത്തിലെ പ്രത്യേക പരിപാടിയായിരിക്കും. നാട്ടിൽ നിന്ന് 30ഓളം കലാകാരന്മാർ വരുന്നുണ്ട്. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, പത്മശ്രീ ജയറാം, ലതിക ടീച്ചർ, അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാർ ഈ വാദ്യസംഗമത്തിൽ ഈ അരങ്ങേറ്റം ആസ്വദിക്കുന്ന ഈ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾ ആസ്വദിക്കാൻ എത്തുന്നുണ്ട്. സോപാന സംഗീതജ്ഞരായ അമ്പലപ്പുഴ വിജയകുമാർ, ഏലൂർ ബിജു, തായമ്പകയിലെ യുവരാജാക്കന്മാർ, സർവശ്രീ മട്ടന്നൂർ ശ്രീകാന്ത്, മട്ടന്നൂർ ശ്രീരാജ്, ചിറക്കൽ നിധീഷ്, കൂടാതെ വീരശൃംഖല ജേതാവ് കാഞ്ഞിലശ്ശേരി പത്മനാഭൻ, വലംതല പ്രമാണി വെള്ളിനേഴി രാംകുമാർ, ഇലത്താളം പ്രമാണി മട്ടന്നൂർ അജിത്ത്, കുറുംകുഴൽ പ്രമാണി കാഞ്ഞിലശ്ശേരി അരവിന്ദാക്ഷൻ, കൊമ്പ് പ്രമാണി കൊരയങ്ങാട് സാജു എന്നിവർ മുഖ്യ സാന്നിധ്യമാകും. 10,000-ത്തിലധികം ആസ്വാദകർ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന വാദ്യസംഗമം ബഹ്റൈനിലെ ഏറ്റവും വലിയ സാംസ്കാരിക അരങ്ങായി മാറും. ഭാരതീയ വാദ്യസംഗീത പാരമ്പര്യവും ബഹ്റൈൻ ഇന്ത്യ സാംസ്കാരിക ബന്ധങ്ങളും കൂടുതൽ ശക്തമാക്കുകയാണ് ഈ വേദിയുടെ ലക്ഷ്യമെന്ന് സോപാനം ഡയറക്ടർ സന്തോഷ് കൈലാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാഷ്ട്രീയ, മത, ജാതി, ലിംഗ ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളെയും വാദ്യസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും പരിപാടിയിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും സൗജന്യമായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഡിസംബർ 5 വെള്ളിയാഴ്ച അദാരി ഗ്രൗണ്ടിൽ വെച്ചാണ് വാദ്യസംഗമം 2025 അരങ്ങേറുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിലേക്ക് നമ്മളൊരു 5000-ൽ മുകളിൽ ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവേശനം തീർത്തും സൗജന്യമാണ്. പത്രസമ്മേളനത്തിൽ കോൺവെക്സ് മീഡിയ മാനേജിംഗ് ഡയറക്ടർ അജിത് നായർ, സോപാനം ഡയറക്ടർ സന്തോഷ് കൈലാസ്, രക്ഷാധികാരി അനിൽ മാരാർ, സഹരക്ഷാധികാരി ശശികുമാർ, ആനന്ദ് സുബ്രഹ്മണ്യം, ചെയർമാൻ ചന്ദ്രശേഖരൻ, വൈസ് ചെയർമാൻമാരായ ഉണ്ണികൃഷ്ണൻ പുന്നക്കൽ, ഗോപിനാഥ്, കൺവീനർ ജോഷി ഗുരുവായൂർ, ജോയിന്റ് കൺവീനർമാരായ പ്രകാശ് വടകര, അജേഷ് കണ്ണൻ, മിഥുൻ ഹർഷൻ, മനോജ് രാമകൃഷ്ണൻ, വിജയൻ ഇരിങ്ങാലക്കുട, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ലാജി, വൈസ് ചെയർമാൻമാരായ പ്രവിത വിജയ്, ബിനു അനിരുദ്ധൻ, കൺവീനർ സുധി, ട്രഷറർ രാജേഷ് മാധവൻ, സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ രൂപേഷ് ഊരാളുങ്കൽ, കൺവീനർ ആതിര സുരേന്ദ്ര, സോപാനം കോർഡിനേറ്റർ വിനീഷ് സോപാനം, കൂടാതെ മറ്റു സോപാനം കുടുംബാംഗങ്ങളും പങ്കെടുത്തു. BMC Sport News.